എല്ലാവർക്കും രുദ്രാർജന 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ വിഷയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മൊണാലിസ ഉണ്ടല്ലോ. മൊണാലിസ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്തിയിരുന്നു. അതുപോലെ നമ്മുടെ ബോച്ചയുടെ ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഒരുപാട് പേര് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റ് ബോക്സിൽ ധാരാളം കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ചില കമൻറ്റുകൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുമെന്ന് പറയുന്ന കണക്ക് ആ കുട്ടി ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ ആളുകൾ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് മൊണാലിസ അല്ലേ. ചിലരതിനെ കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആ ആളുകളുടെ ഇടയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, ഇവളേത് ആദിവാസിയാണോ, ഇവളെ എന്തിനു കൊള്ളാം, ഇവളെ എന്തൊരു നിറം, ഇവളെ കണ്ടിട്ടാണോ ഇത്രയും അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകളുടെ കമൻസ് ഉണ്ടായിരുന്നു. നമ്മളിതിന് മുൻപേ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിറമില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവ് പറഞ്ഞു നിറമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയും മെൻ്റൽ സ്ട്രെസ് മുഖേന കുട്ടി ആത്മഹത്യയൊക്കെ ചെയ്യുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നടന്നത്. വിവാഹത്തിന് ശേഷം നടന്നൊരു അനുഭവമാണ്. അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിറത്തിനൊന്നും ഒന്നുമില്ല. നമ്മൾ ചുമ്മാ പറയും കറുപ്പിന് 7 അഴകാണെന്ന്. അപ്പോൾ ബാക്കി വെളുപ്പുള്ളവർ പറഞ്ഞു ബാക്കി 93 അഴകുള്ളത് വെളുപ്പിനാണ്. സത്യമാണ്, ആ വെളുത്തിരിക്കുന്നവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ് എപ്പോഴും ഉള്ളത്. പക്ഷേ ഈ കറുപ്പും വെളുപ്പും ഒന്നിനും അടിസ്ഥാനമല്ല എന്ന്, ഒരാളുടെ സൗന്ദര്യം ഒരിക്കലും നിറത്തിനെയോ ഒരു സ്കിന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് ഇന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ ഈ മൊണാലിസയുടെ റീൽസ് കാണാത്ത ഒരു വ്യക്തികൾ പോലും നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കുക. കേരളത്തിൽ നിന്നായിരിക്കത്തില്ല, നമ്മുടെ ഇന്ത്യയിൽ ഫുള്ളായിട്ടുണ്ടായിരിക്കുക. അത്രമാത്രം വൈറലായ ഒരു കുട്ടിയാണ് ഈ മൊണാലിസ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, മഹാകുംഭമേള സമയത്ത് ഈ കുട്ടിയുടെ ജസ്റ്റ് ഒരു പിക്ക് ഒന്ന് ഇൻസ്റ്റയിൽ ഒന്ന് വൈറലായി. ആ യൂട്യൂബിലൊക്കെ ഒന്ന് വൈറലായപ്പോഴത്തേക്കിന് ആ കുട്ടിയെ ആരും കാണാതെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അത്രമാത്രം ആരാധകരായിരുന്നു ആ കുട്ടിക്ക്. എന്തായാലും ആ കുട്ടി കേരളത്തിൽ വന്ന സമയത്ത് അതിൻ്റെ ഒരു മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടിട്ട് വന്ന് നോക്കണം. ഇവിടുത്തെ എത്രയോ നല്ല നല്ല സിനിമാ താരങ്ങളെ കാട്ടി എന്ത് ഭംഗിയാണ് ആ കുട്ടിയെ കാണാനെന്ന്. നമുക്കത് കണ്ടിട്ട് വരാം, അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് എന്ന്. ഓക്കെ. वायरल तारम मोनालिसा मनोरमा न्यूज़नोपम ചേരുകയാണ്. मोनालिसा जी, सबसे पहले आपका केरल में स्वागत है. थैंक यू. केरला में आके तुमको कैसा लगा? बोची ने मुझे मौका दिया केरला में पहली बार आने के लिए, मुझे बहुत अच्छा लगा. केरला के लोग बहुत अच्छे हैं. केरला का लेकर मुझे बहुत अच्छा लगा. ऐसा मन कर रहा है कि यहीं रह जाओ. नया फिल्म आपको मिला ना, वो उसके बारे में क्या बोल रहे हैं? डायरी ऑफ मणिपुर, हमारे डायरेक्टर सर भी साथ में सनोज मिश्रा जी, बहुत अच्छा है. फिल्म के लिए साइन किया है. മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത് എന്തിനാ? നമ്മുടെ ബോച്ചയുടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനായിട്ട്. ബോച്ച ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ റീസെൻ്റായിട്ട് ജയിലിലൊക്കെ ആയിരുന്നു. നമ്മുടെ ഹണി റോസുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും ബോച്ച ഇപ്പോൾ പക്ഷേ മൊണാലിസയിലേക്ക് കൊണ്ടുവന്നു ഈ ഇൻ്റർവ്യൂ, ആ ഒരു ടൈപ്പിലൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ ആളുകളുമായിട്ടൊക്കെ നല്ല ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തപ്പോഴും അതുപോലെ തന്നെ ഇങ്ങനൊരു അവസരം മൊണാലിസയ്ക്ക് കൊടുത്തപ്പോഴൊക്കെ നമുക്ക് ആ ബോച്ചയോടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യം ഒന്ന് മാറിക്കിട്ടി കേട്ടോ. പക്ഷേ ഒരുപാടൊരു കമൻറ്റ് ചെയ്യുന്നുണ്ട് അടിയിൽ, ഈ കുട്ടി തന്നെ ശിക്ഷിച്ചോണം എന്നും പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ആ സിനിമാ താരത്തിന് കൊടുക്കുന്ന പ്രതിഫലം ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുടുംബം രക്ഷപ്പെടും. സത്യം പറഞ്ഞാൽ ആ കുട്ടി കുംഭമേളയ്ക്ക് വന്നത് തന്നെ അതിൻ്റെ ഫാദറിനെ സഹായിക്കാനായിട്ട്, കച്ചവടത്തിൽ സഹായിക്കാനായിട്ടാണ് ആ കുട്ടി വന്നത്. അപ്പോൾ ഇങ്ങനൊരു ഉപകാരം പക്ഷേ ആ കുടുംബത്തിന് ഒരുപാട് സഹായകരമായിരിക്കും. ഓക്കെ, അത് നല്ലതാണ്. നമുക്ക് എന്തായാലും ബോച്ചയുടെ ഉദ്ഘാടനത്തിനെത്തി ആ കുട്ടി ഉദ്ഘാടനം ചെയ്യുന്നതും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. डायरेक्टर सनोज मिश्रा जी
वो अभी हमारे साथ है लेकिन बाहर है। मैं यहाँ केरला में आई, मुझे बहुत अच्छा लगा। पहली बार आई, फर्स्ट टाइम। मोनालिसा को बहुत डर था, बोला है फोन में मैं फर्स्ट टाइम फ्लाइट में आ रहे हैं, बहुत डर है। तो अभी ठीक है ना, डर सब कुछ ठीक हो गया, प्रैक्टिस हो गया ना। मोनालिसा ये फर्स्ट എന്ത് फंक्शन है തിരക്കാണ് അവിടെ ഒരു ഉദ്ഘാടനത്തിലെത്തിയ തിരക്ക് കണ്ടു. അപ്പം നമ്മൾ സിനിമാ താരങ്ങൾ തന്നെ വരണം എന്നൊന്നും ഇല്ല ആള് കൂടാനായിട്ട്. അതിന് തെളിവായിട്ട് തന്നെ നമ്മുടെ ബോച്ചയുടെ മരുമോനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മൊണാലിസ നിൽപ്പുണ്ട്. ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിംഗ് കൂടെ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. So आपकी ये आँखें और खूबसूरती सारी देश के दिल जीत मेरी एक सवाल है कि बॉलीवुड फिल्म इंटरव्यू करनी चाह रही है, कैसा महसूस हो रही है? बहुत अच्छा लग रहा है। एक आखिरी सवाल भी पूछना चाहती हूँ, ये सब ये भीड़ देख रही है ना आप, കണ്ടല്ലോ നിങ്ങൾ എന്തുമാത്രം ജനക്കൂട്ടമാണ് അവിടെ ഉള്ളതെന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബോച്ചയ്ക്കുള്ള ജനപങ്കാളിത്തം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ കുട്ടി വന്നപ്പോഴും നല്ല ആളുകളുണ്ടായിരുന്നു ആ ഒരു ഉദ്ഘാടനത്തിനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ബോച്ചെ നമ്മുടെ ഹണി റോസിന് മാലയിട്ട് സൗന്ദര്യം ആസ്വദിച്ചതുപോലെ തന്നെ ഈ കുട്ടിക്ക് മാലയൊക്കെ അണിയിക്കുന്ന രംഗമുണ്ട്. ആ മാല ഇട്ടിട്ടുള്ള ആ കുട്ടിയുടെ ഫേസ് നിങ്ങളൊന്ന് കണ്ടു നോക്കേ, ഇത്ര സുന്ദരിയാണ് ആ കുട്ടിയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ കുട്ടിയാണ് ഈ നിറത്തിൻ്റെ പേരിലൊക്കെ ആക്ഷേപിച്ചിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം നമുക്കത്. പ്രൊമോട്ട് ചെയ്യുന്നത് മൊണാലിസയ്ക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ആവുന്നതിനാലും മോഡലിംഗ് ചെയ്യാനും ഡാൻസ് ചെയ്യാനും എല്ലാത്തിനും റെഡിയാണ് മൊണാലിസ. താങ്ക് യു വെരി മച്ച് മൊണാലിസ. മൊണാലിസ അണിയുകയാണ്. മൊണാലിസ കളിച്ച് മൊണാലിസയ്ക്ക് നൽകി സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്. ഓക്കെ, മൊണാലിസ കളിച്ച് മൊണാലിസ കളിച്ച് അണിഞ്ഞിരിക്കുകയാണ്. സൂപ്പർ ഇങ്ങോട്ട് തിരിഞ്ഞേക്കോ. ഓക്കെ, നമ്മുടെ മൊണാലിസ കളിച്ച് അണിഞ്ഞിരിക്കുകയാണ്. മൊണാലിസ കർശനമായി നമ്മുടെ മുന്നിൽ എത്തുകയാണ്. സൂപ്പർ മൊണാലിസ. ഹമീദ് ഭായിക്കുള്ള സമ്മാനമാണ് നൽകുന്നത്. ഓക്കെ, താങ്ക് യു ഹമീദ് ഭായ്. ശശിധരൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശശിധരൻ സാറിനെ ഈ നിറമെന്ന് പറയുന്നത് എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ നിറത്തിനാണ് സൗന്ദര്യമായ, സ്കിന്നിൻ്റെ കളറിനാണ് ഭംഗി എന്ന് പറയുന്നത് തന്നെ മൂടത്തല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കുട്ടിയുടെ നിറം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതിൻ്റെ റീൽസൊക്കെ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ ആ കുട്ടിയെ കണ്ടോ നിങ്ങൾ? അതിൻ്റെ മേക്ക് ഓവർ ചേഞ്ച് ആയപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എന്തത് പറയുന്നത്, അത്രമാത്രം സൗന്ദര്യം വന്നു കഴിഞ്ഞു. ഈ നിറത്തിൻ്റെ പേരിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ ഒരു കുട്ടി നിറത്തിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ അനുഭവിച്ച് അത് ആത്മഹത്യ ചെയ്തു. അതുപോലെ ഒരു പെൺകുട്ടി മാരേജിന് ശേഷം ഹസ്ബൻഡ് നിറം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്
അതിൻ്റെ പേരിൽ ആക്ഷേപിച്ചു, അതും ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ആളുകൾ ബോധേഡായിട്ട് ഇത്രയും മോസ്റ്റ് മോഡേൺ യുഗമായിട്ടും വെളുത്തിരിക്കുന്നവർ മാത്രമാണ് സൗന്ദര്യമുള്ളവർ എന്ന് ചോദിച്ചാൽ അത് ശരിയാണോ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ നിറമുള്ളവരാണോ ഗ്ലാമർ ഉള്ളവർ? നിറത്തിലാണോ ഈ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത്? എന്താണ് ഈ സൗന്ദര്യം എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. നിങ്ങൾ എല്ലാ പ്രാവശ്യം പറയുന്നില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ നിറം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഗ്ലാമർ നിങ്ങൾ കണ്ടോ? എന്ത് അടിപൊളിയാണ്! ആ നിറത്തിലല്ല, അതിൻ്റെ ആ കണ്ണ്, അതിൻ്റെ മുഖം, അതിൻ്റെ ആ ഒരു വിനയം, ആ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വിനയമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. കാര്യം അത്രമാത്രം താഴ്മയായിട്ടാണ് അതിൻ്റെ ആ ഒരു ജീവിത നിലവാരം. എവിടെ നിന്നാണോ അത് ജീവിച്ച് വന്നത് ആ ഒരു ഇത് എപ്പോഴും അത് കാണിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ അവതാരക ചോദിക്കുന്നുണ്ട്, ഇത്രയും പേര് മൊണാലിസയുടെ ഫാൻസ് ആണെന്ന് പറയാം, ഞാൻ കേരളത്തിൻ്റെ ഫാനാണെന്ന് അങ്ങോട്ട് പറയുകയാണ് ആ കുട്ടി. അതൊക്കെ ജസ്റ്റ് ഒരു വാക്കായിട്ട് പറയുമല്ല, അതൊക്കെ ആ ഉള്ളിൽ തട്ടിയുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ബോച്ചയും മൊണാലിസയെ കൊണ്ട് നമ്മുടെ ഉദ്ഘാടനത്തിൽ എത്തിയതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം ആ കുട്ടിയുടെ കാര്യം ബോക്കായി മറ്റേതാമറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കൊടുത്ത ബോച്ചയെ നമ്മൾ അനുകൂലിക്കണം കേട്ടോ. കാര്യം വീണ്ടും ഒരു സിനിമാ നടിക്ക് കൊടുക്കേണ്ടിയിരുന്ന അത്രയും പ്രതിഫലം, എന്തായാലും നല്ലൊരു പ്രതിഫലം കൊടുത്തായിരിക്കണമല്ലോ ഈ കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു പ്രതിഫലം ആ കുടുംബത്തിന് ലഭിച്ചത് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. അപ്പം ഇനിയെങ്കിലും കേരളക്കര അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം മാറണം. ഈ നിറം എന്ന് പറയുന്നത് ഒന്നുമില്ല, മണ്ണിനോട് മണ്ണായി അലിഞ്ഞു ചേരുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഈ നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല. കറുത്തിരിക്കുന്നവർക്ക് അതിനുവേണ്ടി കോംപ്ലക്സും വേണ്ട, വെളുത്തിരിക്കുന്നവർക്ക് അതിൻ്റെ ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞ അഹങ്കാരവും വേണ്ട. ഈ നിറം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം, ഞാൻ അന്നും പറഞ്ഞായിരുന്നു, ഒരു തിളച്ച വെള്ളം, ഇച്ചിരി വെള്ളം മുഖത്ത് വീണാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു അസുഖം വന്നാൽ മാറാവുന്നതേ ഉള്ളൂ ഗ്ലാമർ എന്ന് പറയുന്നത്. പക്ഷെ മനസ്സിൻ്റെ സൗന്ദര്യം അതങ്ങനെ മാറില്ല കേട്ടോ, എന്ത് സംഭവിച്ചാലും അങ്ങനെ മാറില്ല. ഓക്കെ, അപ്പം ഈ എന്ത് കാര്യത്തിനും നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന നമ്മുടെ കേരളക്കരയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനിയെങ്കിലും ആരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്തില്ലെങ്കിലും അപമാനിക്കരുത്. എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. മൊണാലിസയുടെ ഒരു ഫാൻ കൂടിയാണ് കേട്ടോ ഞാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയെ. എനിക്ക് ആ കുട്ടിയുടെ ആ ഫസ്റ്റ് ഈ മേക്ക് ഓവർ ചെയ്തപ്പോഴുള്ള പിക്കല്ല എനിക്കിഷ്ടം, അതിന് മുമ്പ് ആ കുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ നാച്ചുറലായിട്ട് അതിൻ്റെ ഗ്ലാമർ അതിൻ്റെ രീതിയിൽ അത് നടന്നു പോകുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ആളുകളുടെ തിക്കും തിരക്കിലും പെട്ടിട്ട് അതിനെ ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുപോകുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് കാണുന്ന ഒരുപാട് വൈറലായി. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അന്ന് മുതൽ ഞാൻ എൻ്റെ ഫാനാണ്. അത്രയ്ക്ക് ഗ്ലാമറാണ്. ആ കുട്ടിയെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ കുഞ്ഞു ചാനലുകളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.